കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നാമനാരെന്ന തർക്കത്തിന് വഴിവെച്ച മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ച വിവാദം ചർച്ചയാകുന്നു. ചെന്നിത്തലയെ പിന്തുണച്ച വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയതും സതീശന് തിരിച്ചടിയായി. സംഭവത്തിൽ ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് വി.ഡി. സതീശന്റെ പുതിയ നീക്കം. രമേശ് ചെന്നിത്തലയെ NSS പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. പാർട്ടി പുനഃസംഘടനയിൽ സതീശനെതിരെ വലിയ എതിർപ്പ് ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് NSS മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷകന്റെ റോളിലേക്ക് ചെന്നിത്തല വരുന്നത്. കേരളത്തിലെ പാർട്ടിയിൽ ഒന്നാമനാരെന്ന തർക്കത്തിന് ഇത് വഴിവെച്ചു. കൂടാതെ വെള്ളാപ്പള്ളി നടേശനും ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി എത്തി. രമേശന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വെറുപ്പ് വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. സാമുദായിക നേതാക്കളുടെ പിന്തുണ ചെന്നിത്തലയിലേക്ക് എത്തുന്നതിൽ സതീശന് അസ്വസ്ഥതയുണ്ട്. അതിനാൽ വിവാദത്തെ മയപ്പെടുത്താനാണ് സതീശന്റെ നീക്കം. തൽക്കാലം ഏറ്റുമുട്ടലിന് ഇല്ലാതെ ആരെയും പ്രകോപിപ്പിക്കാതെയുള്ള സതീശന്റെ മറുപടി തന്നെ ഇതിന് തെളിവാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു, ഇതിനു മുമ്പ് ശ്രീ കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.